കശ്മീരിൽ അമേരിക്കയുടെ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന ഭാഗമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിന്റെ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. പരാമർശത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ മുതിർന്ന US നയതന്ത്രജ്ഞ നതാലി ബേക്കറെ വിളിച്ചുവരുത്തി ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചു. കശ്മീർ വിഷയത്തിൽ അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം എന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം. എന്തായാലും സെർജിയോ ഗോറിന്റെ പരാമർശം പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ആദ്യ സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗോർ കശ്മീർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 8 പതിറ്റാണ്ടിനിടെ കശ്മീർ വിഷയത്തിൽ അമേരിക്ക പല ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ, ശീതയുദ്ധം, ഇന്ത്യ പാക് ബന്ധം, അഫ്ഗാനിസ്ഥാൻ എന്നിവയെല്ലാം അമേരിക്കൻ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കൻ നിലപാടിലെ നിർണായക മാറ്റമാണ് സെർജിയോയുടെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീനഗറിലെ 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു സെർജിയോ ഗോർ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ പ്രധാന ഘടകമാണെന്ന പരാമർശം നടത്തിയത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതായി വിലയിരുത്തിയ ഗോർ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര സംബന്ധിച്ച US-ന്റെ ട്രാവൽ അഡ്വൈസറി പുനഃപരിശോധിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭരണകൂടവും സുരക്ഷ വർദ്ധിപ്പിക്കാൻ സ്വീകരിച്ച നടപടികളെ ഗോർ അഭിനന്ദിച്ചു. ജമ്മുകാശ്മീർ സന്ദർശനത്തിൽ താൻ അതീവ സന്തോഷവാനാണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും ഗോർ പറഞ്ഞു. ഒമർ അബ്ദുള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്രിയാത്മകമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. US അംബാസിഡറുടെ പരാമർശം തള്ളിക്കളഞ്ഞ പാകിസ്ഥാനിലെയും US അംബാസിഡറുടെ പദവി വഹിക്കുന്ന സെർജിയോ ഗോറിൽ നിന്ന് വിശദീകരണം തേടി ഗോറിനെ വിളിപ്പിച്ചിട്ടുണ്ടെന്നും ശക്തമായ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്ലാമാബാദിലെ മുതിർന്ന US നയതന്ത്രജ്ഞ നതാലി ബേക്കറെ വിളിച്ചുവരുത്തിയും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചു. കശ്മീർ തർക്ക വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമാണ് ഈ പരാമർശമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. കശ്മീർ വിഷയത്തിൽ അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണമെന്നും അത്തരം വിഷയങ്ങളിൽ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീർ അന്താരാഷ്ട്ര അംഗീകാരമുള്ള തർക്ക പ്രദേശമാണ് എന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്കും കശ്മീരി ജനതയുടെ താൽപര്യങ്ങൾക്കും അനുസൃതമായി മാത്രമേ ഇതിന്റെ അന്തിമ തീർപ്പുണ്ടാകാവൂ എന്നും പാകിസ്ഥാൻ ആവർത്തിച്ചു. ഗോറിന്റെ പ്രസ്താവന ഉത്തരവാദിത്തമില്ലാത്തതും അമേരിക്കയുടെ ദീർഘകാല നിലപാടിന് വിരുദ്ധവുമാണ് എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണ മധ്യേഷ്യ പ്രത്യേക പ്രതിനിധിയായിരുന്നു ഗോർ. ജമ്മുകാശ്മീരിലൂന്നിയുള്ള US ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് ഗോറുമായി ചർച്ച നടത്താൻ അവസരം ലഭിച്ചെന്നും മികച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ള അറിയിച്ചിരുന്നു. ജമ്മുകാശ്മീരിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാനാകും എന്നതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ചില കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ കാലക്രമേണ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് കരുതുന്നതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു. ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. इनको तो समझ नहीं किया, वहाँ जो चार्ज अफेयर्स हैं उनको, ये तो पाकिस्तान और अमेरिका का मामला है, इसमें ना आप कोई कुछ कर सकते हैं ना मैं। अमेरिकन एम्बेसडर ने जो कहा सो कहा, अब वो उन दोनों मुल्कों के दरमियान है. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടതിന് പിന്നാലെയാണ് കശ്മീർ പ്രശ്നം രൂക്ഷമായത്. കശ്മീരിലെ യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യ വിഷയം ഐക്യരാഷ്ട്രസഭയിലെത്തിച്ചു. ഈ 8 പതിറ്റാണ്ടിനിടെ കശ്മീർ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് പല ഘട്ടങ്ങളിലായി മാറ്റിയിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ, ശീതയുദ്ധം, ഇന്ത്യ പാക് ബന്ധം, അഫ്ഗാനിസ്ഥാൻ എന്നിവയെല്ലാം US നിലപാടിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ആദ്യകാലത്ത് കശ്മീർ പ്രശ്നത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യമായാൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നുമായിരുന്നു അമേരിക്കയുടെ നിലപാട്. എന്നാൽ ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേഷ്യയോടുള്ള അമേരിക്കൻ സമീപനത്തിൽ മാറ്റം വന്നു. സോവിയറ്റ് യൂണിയനെതിരായ തന്ത്രത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുമായി അമേരിക്കയ്ക്ക് ശക്തമായ ബന്ധം സ്ഥാപിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതോടെ കശ്മീർ വിഷയത്തിൽ പലപ്പോഴും അമേരിക്കയുടെ സമീപനം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം നിലപാടുകളിൽ കാര്യമായ മാറ്റമുണ്ടായി. 72 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ
കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നതിൽ ഊന്നൽ നൽകി. ഇതോടെ കശ്മീർ പ്രശ്നത്തിൽ ഉഭയകക്ഷി പരിഹാരമെന്ന ഇന്ത്യയുടെ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കാൻ തുടങ്ങി. 1990കളിൽ കശ്മീരിലെ തീവ്രവാദവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ശക്തമായതോടെ അമേരിക്കയുടെ ശ്രദ്ധ വീണ്ടും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു. ആണവായുധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന നിലയിൽ അമേരിക്ക ഇതിനെ കാണുകയും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന സമീപനമാണ് പിന്നീട് കൂടുതൽ ശക്തമായത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ആദ്യ കാലയളവിൽ കശ്മീർ വിഷയത്തിൽ അമേരിക്കൻ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നു. ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന ട്രംപിന്റെ പരാമർശങ്ങൾ രാജ്യത്ത് വലിയ പ്രതികരണത്തിനിടയാക്കി. കശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയമാണെന്നും മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട്. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തതോടെ കശ്മീർ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. എന്ന അമേരിക്കൻ ഭരണകൂടം കശ്മീർ വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളാണ് പരിഹാരത്തിന് വഴി എന്നുമായിരുന്നു വ്യക്തമാക്കിയത്. ട്രംപ് പിന്നീട് പലതവണയും മധ്യസ്ഥതയെക്കുറിച്ചുള്ള തന്റെ വാദം ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഈ നിലപാടിന് കാരണം എന്താണ്? സെർജിയോ ഗോറിന്റെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും കശ്മീരിനെ കുറിച്ചുള്ള അമേരിക്കയുടെ ഔദ്യോഗിക നയം പൂർണ്ണമായും മാറിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാകില്ല. എന്നാൽ ഇത് ഇന്ത്യയുടെ നിലപാടിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറയാം. മാത്രവുമല്ല, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നിവയിൽ വലിയ സഹകരണമുണ്ട്. ചൈനയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണം തുടരുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കശ്മീരിനെ കുറിച്ചുള്ള അമേരിക്കൻ നയതന്ത്ര ഭാഷയിലെ മാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും അടുത്തിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥ ചർച്ചകളിൽ ഇടപെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അതിനാൽ ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളുടെ ഭാഗമായും ഗോറിന്റെ പ്രസ്താവനയെ കാണേണ്ടതുണ്ട്. ഇന്ത്യ എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും അടുത്തിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളുടെ ഭാഗമായി ഗോറിന്റെ പ്രസ്താവനയെ കാണാം. കശ്മീരിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതായി ഗോർ അഭിപ്രായപ്പെട്ടതും അമേരിക്കയുടെ യാത്രാ മുന്നറിയിപ്പ് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയും സൂചിപ്പിച്ചതും ശ്രദ്ധേയമാണ്. നിലവിലെ യാത്രാ മുന്നറിയിപ്പ് കുറയ്ക്കുന്നതിലൂടെ കൂടുതൽ അമേരിക്കൻ വിനോദസഞ്ചാരികൾ കശ്മീരിലെത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിനപ്പുറം ഈ പ്രസ്താവനയുടെ നയതന്ത്ര പ്രാധാന്യം എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.